ഒരു നല്ല സ്കിറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു നല്ല കല്യാണ വീട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ടീം കോമഡി മേക്കേഴ്സ്. ഓ എന്റെ ഭഗവാനെ, ഒരു കല്യാണം നടക്കുന്നുണ്ട്, ഞാൻ മാത്രമേ ഇവിടെ കഷ്ടപ്പെടാനുള്ളൂ. കസേര എടുക്കാൻ ഞാൻ വേണം, താഴ്പാ കെട്ടാൻ ഞാൻ വേണം. ഓ എന്റെ പച്ചക്കാട് വരും, ഒരുത്തരൊന്നും സഹായിക്കാനില്ല. അല്ല താനാരാ? ഇയാളാരാ? താനാരാ? ഇയാളാരാന്ന് പറ. ഞാൻ അമ്മാവൻ. അമ്മാവനാണോ? ആ. എന്റെ അമ്മാവനെ തിരക്ക് ഞാൻ എവിടെല്ലാം നടന്നറിയോ? അമ്മാവൻ ഇവിടെ വന്നിക്കുവാണോ? എന്റെ അമ്മാവനെ കാണാൻ കൊതിയായിട്ട് ഞാൻ എവിടെല്ലാം നടന്നറിയോ? അമ്മാവ എടോ, ഞാൻ പെണ്ണിന്റെ അമ്മാവനാന്ന്. പെണ്ണിന്റെ അമ്മാവനാണോ? ആ. ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇത്രയും വൃത്തികെട്ട മോന്തയുള്ള ഒരു അമ്മാവൻ എനിക്ക് എങ്ങനെ വന്നത്. അല്ല താനാരാ? താനാരോ തന്നാരോ ഒന്നും അല്ല, ഞാൻ ഇവിടുത്തെ പാചകക്കാരനാ. പാചകക്കാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്ക പഞ്ചായത്തിലെ മൊത്തം വരി ആ ചെമ്പിനകത്ത് കിട്ടുന്ന ഇഷ്ടം പോലെ കഴിച്ചോണം. എടോ, പാചകക്കാരൊക്കെ ഇന്നലെ ഇവിടെ വന്നു, താൻ ഇപ്പോഴാണോ ഇവിടെ വരുന്നത്? പാചകക്കാർ ഇന്നലെ വന്നെങ്കിലും ഉപ്പ് നോക്കാൻ ഞാനാ അതിനകത്ത് മെയിൻ ആള്. അതെന്താ അവരുപ്പ് നോക്കി എന്നെ നോക്കുകയല്ലേ? അവന്മാർ ഈ ഹാൻസും പാൻപരാഗും വെച്ച് അവന്മാരുടെ നാക്കിന് രുചിയില്ല. അതുകൊണ്ട് ഈ ഉപ്പ് നോക്കുന്നത് ഞാൻ ഉപ്പിസ്റ്റ് ഞാനാ. ഇതെന്താ ഈ സാധനം ഇവിടെ ഇവിടെ ഒരു കല്യാണം നടക്കാനുള്ള? ഇത് വല്ല അടുക്കളയിലും കൊണ്ടിടും. എന്റെ ഉടുപ്പാന്ന് കളയല്ലോ. എടുത്ത് അങ്ങോട്ട് പോകും. ആ, ഇവിടെ അകത്ത് എന്തെങ്കിലും എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കലവറയിലോട്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മാവനെന്ന് നിനക്ക്. അയ്യോ ചേട്ടായി, ചേട്ടായി കല്യാണം വീട്ടിൽ വന്നാണ് അലമ്പുണ്ടാക്കുന്നത്. ഇത് തലയ്ക്ക് മൂത്ത ആളാണെന്ന്. അങ്ങനെ കാണുമ്പോഴേ തലയ്ക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലാണ്. ചേട്ടായിട്ട് വരുമെന്ന്. ചേട്ടയായിട്ട് വരുന്നോണ്ട് ഈ പുള്ളി തന്നെയാണല്ലോ വന്നേ. അതല്ലെന്ന് ഇതെന്റെ എന്റെ പൊന്നോടാവേ, ഇതെന്റെ സഹോദരനാണ്, ചേട്ടായിയാന്ന്. ചേട്ടായിയാണോ? ആ. ഇതോ? ആ, ഇതാരാന്നറിയാവോ? ആ, ജില്ലാ ജഡ്ജിയായിട്ട് പേരെടുത്ത ആളാ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ആ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ജില്ലാ ജഡ്ജിമാരാണോ പേരെടുക്കുന്നത്? അതല്ലെന്ന്. ഈ സ്കൂളിലെ കലോത്സവത്തിനൊക്കെ പിള്ളേർക്ക് കലോത്സവത്തിനൊക്കെ മാർക്ക് ഇടില്ലേ? അങ്ങനെ ജഡ്ജിയായിട്ട് പേരെടുത്ത ആളാണ് എന്റെ ചേട്ടായി. മാർക്ക് എടുത്ത ജഡ്ജി അല്ലേ? അപ്പൊ ഇഷ്ടം പോലെ അടി മേടിച്ച് കെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ ക്ഷമ ചോദിച്ചില്ലേ? അയ്യോ, നീ ചെയ്തത് അറിയാതെ പറ്റിയതാ. ഈ ചേട്ടാടെ കാലെ പിടിച്ചൊന്ന് ക്ഷമ. കാല് പിടിച്ചല്ലേ, ഞാൻ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കും. കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കണ്ട. ഞാൻ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കും. കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കണ്ട. ഞാൻ കെട്ടിപ്പിടിച്ച് ചോദിക്കും. അമ്മാവാ, എനിക്കറിയാം. ഇതെന്നെ റെസ്ലിങ്ങിന് പോകുന്നതാണോ ഈ പുള്ളി? ഞാൻ പറഞ്ഞില്ലേ, ചേട്ടായി ഗരുഡൻ തൂക്കത്തിന്റെ ആളാ. ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ചെന്ന അപ്പൊ തന്നെ കഴുത്തെ തൂങ്ങും. എന്റെ പെണ്ണുമ്പളയുടെ കാര്യം പറഞ്ഞിട്ടാണല്ലോ ഇത്. ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് കറങ്ങാതെ കലവറക്കാരൻ അങ്ങോട്ട് ചെല്ല്. പിന്നെ കലവറക്കാരന്റെ സ്ഥാനത്ത് തന്നെ നിന്നാ മതി. കേട്ടല്ലോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അങ്ങനത്തെ കലവറക്കാരനല്ല. പിന്നെ ഈ ദാമോദരൻ ഒരു കലവറക്കാരി കയറ്റി കഴിഞ്ഞാൽ ടാർപ്പ, പന്തൽ, കസേര, ബസ് ബുക്കിംഗ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഒന്നിനും ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. ആണോ? ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. പാടില്ല. അതെങ്ങ് വന്നേ. കല്യാണത്തിന് 2 പവന്റെ കുറവുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലേ പെണ്ണിനൊരു 50 പൈസയുടെ കുറവില്ലയോ? അതും ഇതും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോക്കോളൂ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അപ്പൊ ഞാൻ കലവറയിലേക്ക് ചെല്ലാം. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. നീ എന്തോന്നാ 2 പവന്റെ കാര്യം സംസാരിച്ചത്? അതൊന്നുമില്ല ചേട്ടായി. എന്നാന്നറിയാവോ, ഈ ഭരണമൊക്കെ മാറിയില്ലേ, സ്വർണത്തിന്റെ വില കുറയുന്നു നോക്കി നിന്നതാ താമസിച്ചതേ. ആരൊക്കെ ഭരിച്ചാലും ശരി, സ്വർണത്തിനൊന്നും വില കുറയത്തില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥയുടെ കാര്യം, ഇന്നത്തെ ജനത്തിന്റെ അവസ്ഥ എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, KP ഉമ്മറെ പേടിച്ച് ബാലങ്കനാരുടെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഉണ്ണിമേയുടെ അവസ്ഥയാ ജനങ്ങൾക്ക് ഇപ്പോ. അതാണ്. വന്നല്ലോ. അയ്യോ, കൊള്ളാം. ചേട്ടായിക്ക് മനസ്സിലായില്ലേ? ആരാടാ? ഇവിടെ ഇത് പ്രാന്തരല്ല, പെണ്ണിന്റെ ആങ്ങള ചെറുക്കനാ. ഭയങ്കര പാട്ടുകാരനല്ലേ? ആണോ? അതെ അതെ. ഇതാരാ? സല്ലാപത്തിലെ ദിലീപോ? അതെ. കണ്ടിട്ട് കൊച്ചുപ്രാവന്റെ കൂട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്ക് എന്താ ഇവിടെ പരിപാടി? പുള്ളി കരോക്കെ ഗാനമേളയുടെ ആളാണ്. പുള്ളി ഭയങ്കര പാട്ടുകാരനാ. ഇന്ന് എന്റെ പരിപാടി ഉണ്ട് ഇവിടെ. ആണോ? അടിച്ചു പൊളിക്കണം. ഇന്ന് തകർക്ക ഞാനിവിടെ കാണും. സൂപ്പർ ആയിരിക്കണം. തകർക്കും. ആയിക്കോട്ടെ. അകത്ത് പോയി കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ നോക്ക്. എല്ലാം ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ, എന്നാ അങ്ങോട്ട് പോക്കോ. ആയിക്കോട്ടെ. തിരക്കാണേ. ഒരു വണ്ടി വന്ന് നിൽക്കണുണ്ടല്ലോ.
ചെറുക്കനാണോ നോക്കട്ടെ ചേട്ടായി നോക്കട്ടെ. ദേ ചെറുക്കൻ വന്നു. ചേട്ടായി ചെറുക്കൻ വന്നു. ഞാൻ പോയാ കോഴിക്കോട് അടച്ചിട്ടെങ്കിൽ വരാം. അതെന്നാ ഇങ്ങനെ പറഞ്ഞു പിന്നെ കുറുക്കം വന്നു കുറുക്കം വന്നല്ല ചെറുക്കൻ വന്നെന്ന് പറഞ്ഞേ. ചെറുക്കൻ വന്ന് എല്ലാരും വരിക. ഇതാ ബൊക്കെ ഇങ്ങോട്ട് എടുക്കുക. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാം ഓക്കെ കിണ്ടിയില് വെള്ളമില്ല തണ്ടി. വെള്ളം പറഞ്ഞില്ലല്ലോ, കിണ്ടി മാത്രല്ലേ പറഞ്ഞോളൂ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചതേ, ഈ ചെറുക്കന്റെ കാല് കഴുകാൻ വേണ്ടി ചെറുക്കൻ എന്നാ ചാണകത്തിൽ ചവിട്ടിട്ട് വന്നതാണോ? മാറി നിൽക്കണം. വെള്ളം ഉണ്ട് ഞാൻ ഒഴിച്ചോളാം. എടാ നീ എന്ത് വെള്ളമാണ് എടുത്തൊഴിച്ചത്? അത് എന്റെ തൊണ്ട ശരിയാക്കാൻ വേണ്ടി തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം. ഇന്ന് കേറി പോടാണെന്ന്. ചെറുക്കനെ ഇരുത്താ. അറിയില്ല കേട്ടോ അവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നു. ഇവിടെ ഇതിലേതിലാ എന്നാ പണിയാ കാണിക്കുന്നത്? അല്ല ഞാൻ ഇരിക്കണ്ടായോ? ആ ചെറുക്കനെ ഇവിടെ ഇരുത്താ. ചെറുക്കനെ ഇവിടെ ഇരിക്കാം. ഒന്ന് ചെറുക്കന് വെള്ളം കൊടുക്കാം. ഇവിടെ വെള്ളം കൊടുത്തിട്ട് വേണം ചെറുക്കന് വെള്ളം എടുക്കട്ടെ. വെള്ളം എടുത്തോണ്ട് വരിക. ഈ താമസിക്കാതെ അങ്ങോട്ട് കൊണ്ട കൊടുക്കുകയാണോ കാണിക്കുന്നത്? അത് മുഴുവൻ നാശമാക്കി. പോട്ടെ കേട്ടോ, സാരമില്ല പോട്ടെ. ഇതെവിടുന്ന് ഈ കരി വാരിക്കൊണ്ട് മോനിരുന്ന കേട്ടോ. ക്ഷീണിച്ച് അല്ലേ? സാരമില്ല കേട്ടോ. ഇതൊക്കെ റെഡിയാവും. എന്നാ പിന്നെ ചേട്ടായി മുഹൂർത്തം ആകാറായി. നമുക്കങ്ങ് പെണ്ണിനെ അങ്ങോട്ട് വിളിച്ചാലോ? പെണ്ണിനെ വിളിക്കാം. പെണ്ണിനെ വിളിച്ചാലോ? പെണ്ണിനെ വിളിക്കാൻ വേണ്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ പറഞ്ഞോ. പായസം എത്ര കൂട്ടോ? പായസം ഒരു തരം. പായസം 2 തരം. അല്ല ഒരു തരം. 2 തരം. ഒരു തരം. 2 തരം. ഒരു തരം. 3 തരം. പായസം ഇല്ല. നന്നായി. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. കേറി പോകാം. പെണ്ണിനെ വിളിച്ചാലോ? പെണ്ണിനെ ഇറക്കുക. സമയം മുഹൂർത്തമായി. കയറി വന്നോളൂ. മണ്ഡപത്തിലേക്ക് കയറിക്കോ. മോനും ഇങ്ങോട്ട് കയറിക്കോ. കല്യാണം കയറിക്കോ. ആ കയറി ഇവിടെ ഇരുന്നോളുക. ചെറുക്കൻ ഇവിടെ ഇരിക്കുക. ഇവിടെ അവിടെ ഇരുന്നു. അപ്പുറത്ത് മോളും ഇങ്ങോട്ട് പോയി. മാല പിടിച്ചോ. പുറത്തിരുന്നോ. പിടിച്ചോ. ആദ്യം പെണ്ണിടുക. പെണ്ണിടുക. ചെറുക്കൻ ഇട്ടോളൂ. താലി എടുക്കും. താലി എടുക്കാം. കാലി ഇട്ടു. അപ്പൊ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കുന്നേ? രണ്ടാമത്തെ ശരിയായിക്കോളൂ അല്ലേ? മിണ്ടാതിരിക്കൽ. കെട്ടിക്കോ. പ്രവാസം കൊണ്ടാക്കണേ. പൂ കൊണ്ടുവരാ. പൂ കൊണ്ടുവരാ. എവിടെ തന്നെയാണ് പൂ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാബചരിഞ്ഞ് കൊണ്ടു നിൽക്കുന്നത്? അല്ല പൂ കിട്ടില്ല. കാബേജ് കൊണ്ട് ചെറുക്കാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇറങ്ങിക്കോളൂ. പെണ്ണിന്റെ കൈ പിടിച്ചോ. ഒന്ന് മണ്ഡപത്തിനൊന്ന് വലം വയ്ക്കാം. വലം വെച്ചോളൂ കേട്ടോ. വലം വെച്ചോ. ഒന്ന് വലം വെച്ചിട്ട് വരിക. പൊക്കോ. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. പോട്ടെ. നല്ലതായിട്ട് പോകും. പോട്ടെ. ചെറുക്കൻ മുണ്ട കൊടുത്തു. അതായത് കോവളം ബീച്ചാണോടാ. മുണ്ടെടുത്ത് ഇവിടെ ഇരുന്നു. ഇവിടെ പോ. സാരില്ല. ഇവിടെ ഇനി ചെറുക്കനും പെണ്ണിനും ഉപഹാരം കൊടുക്കാനുള്ള സമയമാണ്. എന്തായാലും കൊടുത്തോ. കുഴപ്പമില്ല. ഇവിടെ പ്രിയമുള്ളവരെ, എനിക്കിന്ന് ഇങ്ങനെ ഒരു കലവറ പരിപാടി അറേഞ്ച് ചെയ്ത് തന്ന ഈ അമ്മാവന്മാരുടെ എൻ്റെ വലിയ ഉപകാരം എന്ന് പറഞ്ഞ സമ്മാനം കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സമ്മാനം കൊടുക്കുന്നതാണോ? അതിന്റെ ഒന്നുമില്ല, നിങ്ങളും കൊടുത്താൽ മതി. പിന്നെ എന്നാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറി. ഞാൻ അടിക്കല്ലേ? അപ്പൊ അമ്മാമാരെ എന്നാ തുടങ്ങിക്കോട്ടെ. നീ എന്ത് പണ്ടാരെല്ലാം കാണിച്ചു പാട്ടാന്നോ? പ്രിയമുള്ളവരെ കിളി കേൾക്കണം. ഓക്കെ, ഞാൻ തകർക്കും. ഓക്കെ, പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹിതരായ എൻ്റെ അനിയത്തി സിനിക്കും വരൻ പ്രദീപിനും എൻ്റെ എല്ലാവിധ വിവാഹ മംഗള ആശംസകളും ചേർന്നുകൊണ്ട് ഇവിടെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ കരോക്കെ ഗാനമേള ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഗാനം ആലപിക്കുന്നത് സുപ്രസിദ്ധ ഗായകൻ സുമേഷ്. സുമേഷ് എന്തി? ഞാനാ സുമേഷ്. തന്നെ അങ്ങ് പോയിട്ട് വരുന്നല്ലേ? ആയിക്കോട്ടെ. അമ്മേ 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 അമ്മേ. എന്നാ മോനെ എന്ത് വിളിച്ചായിരുന്നു? ഒന്ന് പോകല്ലേ അവിടുന്ന്. ഞാൻ ഒരു പാടി അറ്റത്തെത്തിച്ചതാ. അപ്പൊ വന്നിട്ട് എല്ലാ മാരെന്ന് പറഞ്ഞ് കൊളവാക്കാൻ വേണ്ടി വന്നേക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മ വന്ന് കൊളവാക്കിയ അമ്മ എന്ന ഗാനം ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് ഹരിമുരളീരവം എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾക്കായി ആരംഭിക്കുന്നു. സുമേഷ്. അടിപൊളി. ഹരി
വൃന്ദാവനം പ്രണയസുധാമയ മോഹനഗാനം ഹരിമുരളീരവം മധുമൊഴിയാതെ നിന്നെ തേടി മൈക്ക് താഴെയിടാ, മൈക്ക് താഴെയിടാൻ. നിന്റെ അമ്മാവനാണോ പറയുന്ന മൈക്ക് താഴെയിടാ? പിന്നെ പെങ്ങളെ കല്യാണം നടക്കണ്ടാ. ഒരു പാട്ട് പാടിക്കാൻ വേണ്ടി സമ്മതിക്കാൻ പോലും ഇല്ല. നാട്ടുകാരെ സമ്മതിക്കില്ല, വീട്ടുകാരെങ്കിലും സമ്മതിക്കുന്നു പറഞ്ഞിട്ട് അത് സമ്മതിക്കണില്ല. ആ എന്നാ പിന്നെ പാട്ടായി പുള്ളിക്കാണ് പണിക്കുന്നത്. മോനെ ഊണങ്ങ് കഴിച്ചാലോ? അയ്യോ അമ്മാവാ, നേരത്തെ കാലത്ത് വീട്ടിൽ ചെല്ലുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛോ, രാഘോലത്തിന് മുമ്പ് വീട്ടിൽ ചെല്ലണം. അയ്യോ അപ്പൊ ഊണ് കഴിക്കാൻ നിൽക്കുന്നില്ല. ഊണ് കഴിക്കാൻ നിന്ന് സമയം രാഘോലം കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാ രാഘവലം അളിയാ എന്റെ ഒരു ഗാനം കൂടി കേട്ടിട്ട് പോയപ്പോ വയറ് നിറഞ്ഞ്. എന്നാ നമുക്ക് എന്നാ പിന്നെ അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ ഇറങ്ങിക്കോളൂ. എന്നാ ഈ മോൾ ഇറങ്ങാൻ നിൽക്കുന്ന അവിടെ എന്ത് കാണിച്ചോണ്ട് നിൽക്കുക, എങ്ങോട്ട് വരിക മോളെ. കൂടുതൽ അനുഗ്രഹം വായിക്കുക, ദക്ഷിണ കൊടുത്ത്. മോളല്ലേ തരേണ്ടത്. ആണോ കറക്റ്റായി. മക്കളെ, നീ പോവാനോടി? നമ്മുടെ മോള് പോയിട്ടേക്ക് വരും, നമ്മുടെ മോള് പോയിട്ടേക്ക് വരും, നമ്മുടെ മോള് പോയിട്ടേക്ക് വരും. നമ്മളെ മോളോ? അല്ല നിങ്ങളുടെ മോള്, എന്റെ മോള് പൊളിച്ചോടി പോയിട്ട് നേരത്തെ അങ്ങോട്ട് പോയത്. മാറില്ല മനുഷ്യ, അങ്ങോട്ട്. ഓ പട്ടി കിടന്ന് കരയുന്നു. എന്നാ ചേട്ടായി? ശോ, ഈ ചേട്ടായിയുടെ ഈ കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ എന്തുവായി കാണിക്കുന്നത്? പിള്ളേര് പാല് കുടിക്കാൻ എടാ നീ എന്തിനാടാ കരയുന്നത്? എടാ അവളിങ്ങ് പോയിട്ട് ഇങ്ങ് വരികയല്ലേ, അവൾ ഇവിടെ അടുത്തല്ലേ. എന്തിനാ ഇത് മാത്രം കരയുന്നത്, സങ്കടപ്പെടുന്ന അമ്മന്റെ സങ്കടം കാണുമ്പോ? അതല്ല, എന്റെ 2 പാട്ടും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി കേട്ടിട്ട് പോയാ പോരായിരുന്നു. നിന്നെ ഞാൻ കൊല്ലും കേട്ടാ. ഇറങ്ങാൻ നോക്ക്. എന്നാ പട്ടി കിടന്ന് കരയുന്നുണ്ട്. ഇതെന്നാ സംഭവം? പട്ടി കരയുന്നത് മോനെ. എന്നാ എടാ എന്താടാ കരയുന്നത്? എന്താ എന്താ മോനെ? ഇവനോട് ഈ ചട്ടം എടുത്ത് മാറ്റാൻ പറഞ്ഞ അയ്യോ പാറ്റേ. പോ. അപ്പൊ പിന്നെ പോയി മനസ്സാരില്ല. ഓട്ടെ എന്നാ പിന്നെ ഇറങ്ങിക്കോ സമയത്തിന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്കിൾ അമ്മച്ചി അറിയിക്കോട്ടെ. വല്യങ്ങൾ ടാറ്റ, പോയിട്ട് വരാം. വയറ്റിക്ക് വരണം. വരും. ചേട്ടായി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. നമ്മൾക്ക് അതങ്ങ് ഭംഗിയായിട്ടങ്ങ് നടത്താൻ കഴിഞ്ഞു മോളുടെ കല്യാണം. അതെ 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 അതെ. അതിന് നമ്മുടെ നേതൃത്വത്തിലായതുകൊണ്ടേ ഞങ്ങളൊക്കെ ഭംഗി, ഭക്ഷണം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലേ? ആഹാ ചേട്ടായി വരുന്നുണ്ടല്ലോ പിള്ളേര്. എവിടെ പോയി രണ്ടാളും? ഞങ്ങൾ പുറത്ത് അപ്പുറത്ത് അയൽവക്കത്തെ വീട്ടിലേക്ക് ഒന്ന് പോയതായിരുന്നു. ആണോ? എന്നിട്ട് എന്ത്? അവിടെ ചെന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ സുഷമ ചേച്ചിനെ പരിചയപ്പെട്ടു. ആഹാ. ലീല ചേച്ചിനെ പരിചയപ്പെട്ടു. ആഹാ. ശോശാമ ചേച്ചിനെ പിന്നെ ഇവള് പരിചയപ്പെടുത്തുന്നു. ഞാൻ പിന്നെ രാജമ ചേച്ചിനെ വിളക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവ എല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ ഇത് മൊത്തം പരിചയപ്പെടില്ല. മോനിങ്ങോട്ട് വാ, മോനിങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക. അമ്മാമാരൊന്ന് പരിചയപ്പെടട്ടെ. മോളകത്ത് പൊക്കോ. മോള് അടി അകത്ത് പോയിട്ട് അമ്മയുടെ കൂടെ എന്താ വെച്ചാൽ വൈകിട്ടത്തെ അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ. മോള് പൊക്കോ. അതെ എന്റെ പാചകത്തിന്റെ പൈസ കിട്ടുമായിരുന്നു, ഞാനങ്ങ് പോയേക്കായിരുന്നു. ആ പാചകത്തിന്റെ പൈസ തരാം. ഈ കവറൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടെ, പൈസ തരാം. കവർ പൊട്ടിക്കുമ്പോഴത്തേന് എന്റെ വീട്ടിൽ എന്റെ കവറടക്കം നടക്കും. എനിക്ക് കടക്കാരൻ അവിടെ നിൽക്കുവാണ്. ഇത് എന്നാടാവേ പറയണേ, ഈ കവറെല്ലാം ഒന്ന് പൊട്ടിച്ച് പൈസ എടുക്കണ്ടേ, എന്നാലല്ലേ തരാൻ പറ്റുള്ളൂ. എന്തോ ഇത്ര വലിയ ധൃതിയാണ്. അവിടെ ഇരിക്കും, ഇപ്പൊ തരാം. മോനെ ഒരു കാര്യം ചെയ്യേ, എന്തായാലും ചുമ്മാ ഇരിക്കുമല്ലോ. മോനെ ഒരു കാര്യം ചെയ്യേ, ഈ കവറൊക്കെ ഓരോന്ന് എടുത്തിട്ട് അതിനകത്ത് എത്ര പൈസയാന്ന് വെച്ചാൽ അതെല്ലാം കൂടെ പേരും ഇതെല്ലാം കൂടെ ഈ നോട്ട് ബുക്കിലിട്ട് എഴുതി കാണാൻ നമുക്ക് എളുപ്പമാണല്ലോ. നാളെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഓരോരോ കവറങ്ങനെ എടുത്ത് പൊട്ടിക്കാം. ഞങ്ങൾക്കൊക്കെ പൈസ പ്രായമായില്ല, കണ്ണും പിടിക്കുമല്ല എന്റെ ചേട്ടായി. അതെ തോമസ് 50 രൂപ. എത്ര? 50 രൂപ. ഏത് തോമസ്? വീട്ടുകാർ പറഞ്ഞേ പുലിക്കുന്നേൽ. പുലിക്കുന്നേ തോമസ്.
നാണം ഉണ്ടോ അവന്? അവൻ എത്ര പേരാ വന്നേന്നറിയാ ചേട്ടായിക്ക്? 10 പേരാ വന്ന്. വെറുതെ നാണമില്ലാതെ വന്ന് തിന്നേച്ച് പോയിട്ട് അവനെ ഒന്ന് വിളിച്ചു പറയട്ടെ. അവനെ വിളിക്ക്. തോമസ്. ഹലോ, തോമസ് ആണോടാ? ആ, ഞാനാ കല്യാണ വീട്ടിന്നാ. കല്യാണത്തിന് വന്നായിരുന്നല്ലേ? എത്ര പേരാ വന്നേ? 10 പേരോ? പട്ടി, നാണമില്ലടാ നിനക്ക്? 10 പേരുമായിട്ട് വന്ന് തിന്നേച്ച് വെച്ചാൽ 50 രൂപ തന്നേച്ച് പോകാൻ നാണമില്ലാത്ത നീ എവിടെ നിന്ന് പഠിച്ചടാ ഈ മര്യാദയൊക്കെ? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, ഇവനോട് പറയണ്ടേ ചേട്ടായി? ഞാൻ സംസാരിക്കാം. പന്ന പട്ടി, 50 രൂപ കൊണ്ടുവന്ന് ഒരു ഗ്രാമത്തിൽ എല്ലാരെയും വിളിച്ചോണ്ട് അല്ലടാ. നിന്നെ നോക്കിക്കോ, നിന്റെ വായിക്കാത്തൊന്നുമില്ലടാ പഴം ഇരിക്കുന്നേ. വായിക്കാത്ത പഴം വെച്ചിരിക്കുന്നല്ല, കട്ട് ചെയ്ത് പോയതായിരിക്കും. അന്നേരം കട്ട് വെച്ചത് പോയത്. എഴുതിക്കാം മോനെ കാര്യങ്ങളൊക്കെ. അമ്മാമാരാ എന്ത് പണിയായി കാണിക്കണേ? എന്താടാ? അളിയൻ ആകെ ക്ഷീണിച്ച് ബുദ്ധിമുട്ടി വന്നിരിക്കല്ലേ? പിന്നെ അളിയനെ പിടിച്ച് ഇവിടെ ഇരുത്തുന്ന വല്ല കാര്യമുണ്ടോ? അളിയൻ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അളിയനോടോ അങ്കിളെ, വലിയങ്കിളെ, ഞാൻ പോയിട്ട് വരാം. പിന്നെ അളിയാ, ആ മധുമൊഴി രാധ ഒന്ന് കറക്റ്റ് ചെയ്താലോ? നമുക്കൊന്ന് പോയിട്ട് പോകണോ? പോയോ? അവന് തലയ്ക്ക് പ്രാന്തക്കൊന്ന് കേറി പോയാ. പ്രാന്താ പോടാ, അവിടെ കാശ് കിട്ടാതിരിക്കുമ്പോ നീ മധുമൊഴി രാധയും കൊണ്ട് വരുന്നു. പോടാ, വീട്ടിൽ കയറി പോ. ബാബു ചീരക്കാട്ടിൽ. ബാബു ചീരക്കാട്ടിനെ വിളിക്കല്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോടാ? ചേട്ടായി, അത് പിന്നെ അവനെ ഈ പരിസരത്ത് കാലുകുത്തല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല ചേട്ടാ, ഞാൻ അത് അറിയാതെ വിളിച്ചു പോയിട്ട്. ബാബു ചീരക്കാട്ടിൽ 2000 രൂപ. എത്ര? 2000. 2000 രൂപയോ? അവൻ കുഴപ്പമില്ല, നല്ല പയ്യനാ. അവന്റെ അനിയനാണ് കുഴപ്പക്കാരൻ. അപ്പൊ ചേട്ടാ ഇപ്പൊ പറഞ്ഞു അവനെ ഈ പഠിക്കാത്ത കയറ്റരുതെന്ന് പറഞ്ഞതോ? അവനെ കയറ്റരുത്, അവനെ എടുത്തു കയറ്റണം. 2000 രൂപ കിട്ടിയപ്പോഴത്തേന് കളവന്റെ സ്വഭാവം അങ്ങ് മാറി. അത് തന്നെ ഓനത് എടുത്ത് ഓരോന്നങ്ങ് എഴുതി വെച്ചേക്കട്ടാ. ഇതെന്താ വലിയ ഏട്ടാ കൊച്ചേട്ടൻ ഈ കടന്ന് കാണിക്കുന്നത്? എന്നതാണ് ഈ കാര്യം? നല്ലൊരു ദിവസമായിട്ട് മോനെ ഇവിടെ പിടിച്ചിരുത്തിക്കാണോ? മോനിങ് വന്നേ. ഞാൻ പോയിട്ട് വരാം. രക്ഷപ്പെട്ടല്ലേ? ഇങ്ങോട്ട് വാ. രക്ഷപ്പെട്ടു. ഇവിടെ നല്ല മഞ്ഞ കൊള്ളണ്ട കേട്ടാ. ചക്കര കുട്ടി ചക്കലോടെ പോയിരുന്നോടാ. ഇങ്ങ് പോരെ. ഞാനോർത്ത് അമ്മായിമ്മയ്ക്ക് മരുമോനോട് എത്ര ഭയങ്കര സ്നേഹമെന്ന്. കെട്ടിയന് പോലും 10 ചോറ് കൊടുക്കാത്തോളാം. അടുത്തെഴുതി. അയ്യോ, ഇതിനകത്തൊരു 500 രൂപ ഒരു കത്തുണ്ട്. കത്തോ? അതെന്താ കത്ത്? കത്തൊന്ന് വായിച്ച കേക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വന്നിരുന്നു. ഇതോടൊപ്പം ഞാൻ 500 രൂപ വെക്കുന്നു. ആയിക്കോട്ടെ. 250 രൂപയാണ് തരാൻ ഉദ്ദേശിച്ചിരുന്നത്. ചില്ലറ ഇല്ലാത്തതുകൊണ്ടാണ് 500 വെച്ചത്. അതുകൊണ്ട് താഴെ കാണുന്ന അഡ്രസ്സിൽ ബാക്കി 250 രൂപ അയച്ചു തരണമെന്ന് ബഹുമാനമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സത്യസന്ധതയും ഇതിലൂടെ ബോധപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ പൈസ അയച്ചു തരാനുള്ള അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. പ്രമോദ് PR, പുത്തംവീട്ടിൽ, വെളിനാട് PO. പ്രമോദിന് ഒരു കത്ത് എഴുതിക്കോ, മറുപടി ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ. പറഞ്ഞോ. പ്രിയപ്പെട്ട പ്രമോദ്, പൈസ കിട്ടി, എഴുത്തും കിട്ടി, സന്തോഷം. നിങ്ങൾ പറഞ്ഞ പോലെ 250 രൂപ തിരിച്ചു തരാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം അടുത്ത മാസം തന്നെ എൻ്റെ മൂത്ത മരുമോൻ്റെ കല്യാണം വരുന്നു. അതിലേക്ക് ഈ ബാലൻസ് 250 രൂപ വകവച്ചിരിക്കുന്നു. NB താഴേക്ക് എഴുതിക്കോ. NB. കല്യാണത്തിന് വരണമെന്ന് നിർബന്ധമില്ല. അതാ കാഴ്ച അല്ലേ? ഉറക്കം വരുന്നോ? ഭയങ്കര ക്ഷീണം. ഒരു കടിഞ്ചായ കുടിച്ചാൽ അങ്ങ് മാറും. ശരിയാ, കടിഞ്ചായ കുടിച്ചാൽ മാറും. ഞാൻ എന്നാ പോയി അകത്ത് പോയി കടിഞ്ചായ കുടിച്ചിട്ട് അങ്കളെ, ഞാൻ പോയി കടിഞ്ചായ കടിഞ്ഞാ റെഡി, കടിഞ്ഞാ റെഡി. ഇവൻ ആദ്യമായിട്ട് കുടുംബത്തിന് വേണ്ടപ്പെട്ട ഒരു ഉപകാരം ചെയ്തു. അവനെ കൊടുക്കും. എല്ലാവർക്കും ഉണ്ടേ? മോനൊന്ന് കഴിച്ചോ. ആവശ്യത്തിനെടുത്ത് കുടിച്ചോ. ഉറക്കം വരുവാണെങ്കിൽ കഴിച്ചോണം കേട്ടോ. ഉറക്കം വരുവാണെങ്കിൽ കടിഞ്ചായ എടുത്ത് കുടിക്കണം. ചേട്ടായിക്ക് വേണം കുടിച്ചോ. എന്താ പറഞ്ഞോ? ജോസഫ് 350 രൂപ. ഏരിയ സേനാംകുളത്തിൽ 151 രൂപ. ബിജു മുട്ടത്തിൽ 750 രൂപ. ബിജു മുട്ടത്തിൽ 750 രൂപ. ബിജു മുട്ടത്തിൽ 750 രൂപ. എന്റെ പൈസ തന്നില്ലെങ്കിലാണല്ലോ അല്ലാത്ത പ്രശ്നം. ബിജു മുട്ടത്തിൽ 750 രൂപ. ബിജു മുട്ടത്തിൽ 750 രൂപ. എന്നല്ലയാ തവള. തവളെ വാ, ഞാനും കളിക്കാം. ഇങ്ങനല്ലേ തവള? സൂപ്പർ അല്ലേ? പൊന്നളിയാ, ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ.
എനിക്ക് ഭയങ്കര ക്ഷീണം, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. ആണോ? സത്യമായിട്ട് അളിയ, രാവിലെ നേരം വെളുക്കുമ്പോൾ അളിയൻ്റെ 3 പാട്ട് ഞാൻ കേട്ടോളാം. എന്താ പറഞ്ഞ? അളിയൻ്റെ 3 പാട്ട് ഞാൻ കേട്ടോളാം. ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. സത്യമാണോ? സത്യം. ഉറപ്പാണോ? ഉറപ്പാ. അമ്മാവാ, അളിയൻ എന്റെ 3 പാട്ട് നാളെ നേരം വിളിക്കുമ്പോ ഒറ്റ ഉരുപ്പി കേട്ടാളാന്ന് പറഞ്ഞു. ഇപ്പഴും സന്തോഷം വേറെ ഉണ്ടോ? കല്യാണപ്പെണ്ണെന്താ ഉറക്കച്ചളവോട് കൂടി വെളിയിലേക്ക് പോണത്? ഉറക്കച്ചലം കൂടി പോണതല്ല, അവൾ അമ്പലത്തിൽ നിർമ്മാലയം തൊഴാൻ വേണ്ടി പോവാ. ഈ നട്ടപ്പാതിരക്കാ? നട്ടപ്പാതിര നേരം വെളുത്ത് നോക്കേ 5 മണിയായി. ആ പറഞ്ഞോളൂ, നേരം വെളുത്തോ? എന്നാ നേരം വെളുത്തോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊന്ന് നടുവ് തീർക്കട്ടെ. മോൻ എന്നാ കുളിച്ചേച്ച് പണിക്ക് പോകാൻ നോക്ക്. ഇനി ബാക്കിയുള്ള കവറൊക്കെ മോൻ ഇന്ന് പണി കഴിഞ്ഞേച്ച് വന്നേച്ച് ഇന്ന് രാത്രി നമുക്ക് പൊട്ടിക്കാം. എന്താ, സന്തോഷമായില്ലേ?